ഹലോ നമസ്കാരം. ഈ ആസ്മ വരുന്ന കുട്ടികളിൽ എപ്പോഴും ആസ്മ വരുന്നു നമുക്ക് പറയാൻ പറ്റില്ലല്ലേ. എൻ്റെ കുട്ടിക്കുണ്ട് ആസ്മ. അതിനു വേണ്ടി ഞാൻ കൈവശം വെച്ചിരിക്കുന്ന അത്യാവശ്യ സാധനങ്ങളാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഇതൊരു മെഡിക്കൽ അഡ്വൈസ് അല്ല. എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ സ്റ്റീമറാണ്. ഇത് എല്ലാ വീടുകളിലും ഉണ്ടാകും. ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അഗാറോൻ്റെ ഫേസ് സ്റ്റീമറാണ്. സാധാരണ സ്റ്റീമറിനേക്കാളും എനിക്ക് ഇത് കുറച്ച് ബെറ്ററായിട്ട് തോന്നി. ഇതിൻ്റെ വാട്ടർ ടാങ്ക് ഇതാണ്. ഇതിൽ വെള്ളം ഫില്ല് ചെയ്തിട്ട് നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് 3 വർഷമായിട്ട് എൻ്റെ കയ്യിലുണ്ട്. അടുത്തത് നെബുലൈസറാണ്. ഇത് എനിക്ക് മേടിക്കേണ്ടി വന്നു, അതുകൊണ്ടാണ് ഞാൻ മേടിച്ചത്. കാരണം ചിലപ്പോൾ വീട്ടിൽ പോയിട്ട് നെബുലൈസ് ചെയ്തോളാൻ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ മേടിച്ചത്. അതുപോലെ ഇതിൻ്റെ മാസ്ക് ഒരെണ്ണം ഞങ്ങൾ എപ്പോഴും മേടിച്ച് വെക്കാറുണ്ട്. കാരണം നമുക്ക് എപ്പോഴും ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഓൺലൈനിൽ നിന്നാണ് മേടിക്കാറ്. അടുത്തത് സ്പൈറോമീറ്ററാണ്. ഇത് ഡോക്ടറിൻ്റെ അഡ്വൈസ് പ്രകാരം ഫിസിയോതെറാപ്പിസ്റ്റ് ഞങ്ങൾക്ക് തന്നതാണ്. ഇത് ലങ്സിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇത് ഇങ്ങനെയുള്ള ഡിവൈസസ് ഒക്കെ മേടിക്കുമ്പോൾ നമ്മൾ നമ്മുടെ പീഡിയാട്രിഷ്യനോടും കൂടി ചോദിച്ചിട്ട് വേണം മേടിക്കാൻ. പിന്നെ ഒരു മെഡിസിൻ ബോക്സാണ്. ഇതിൽ അത്യാവശ്യം മെഡിസിൻ, അതും പീഡിയാട്രിഷ്യനോട് ചോദിച്ചിട്ട് മാത്രം അത്യാവശ്യമായിട്ട് വെച്ചിരിക്കുന്ന മെഡിസിൻസ് ആണ് ഇതിൽ. ഇത് തെർമോമീറ്ററാണ്. ഇത് കുറച്ച് പഴയതാണ്. ഞാനിതിൻ്റെ ബാറ്ററി ഒന്ന് മാറ്റി ഇടാറേ ഉള്ളൂ. പിന്നെ ചെവി എന്തെങ്കിലും വാക്സോ അല്ലെങ്കിൽ ഫോറിൻ ബോഡി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റിയൊരു ടോർച്ചായിരുന്നു. പക്ഷേ അതെൻ്റെ കയ്യിലില്ല. അതിൻ്റെ ഒരു അറ്റത്തുള്ള സാധനം മാത്രമേ ഉള്ളൂ. അത് ഞാൻ എൻ്റെ പിക്ചർ കൊടുത്തേക്കാം. പിന്നെ ഉള്ളത് പൾസ് ഓക്സിമീറ്ററാണ്. മോൻ എപ്പോഴും വീസിങ് വരുമ്പം ഓക്സിജൻ്റെ അളവ് കുറയാറുണ്ട്. അതിന് വേണ്ടിയിട്ടാണിത്. എനിക്കൊരു അബദ്ധം പറ്റിയത്, ഇത് അഡൽട്ടിൻ്റെ ഒരു പൾസ് ഓക്സിമീറ്ററാണ്. ശരിക്കും പീഡിയാട്രിക്കിൻ്റെ ആയിരുന്നു മേടിക്കേണ്ടിയിരിക്കുന്നത്. അടുത്തത് ഒരു മെഷറിംഗ് കപ്പ്. ഇത് എപ്പോഴും എൻ്റെ ഇത് മിസ്സാവും. അതുകൊണ്ട് ഞാൻ കീപ്പ് ചെയ്യാറുണ്ട് ഒരെണ്ണം. പിന്നെ കുട്ടിക്ക് കൊടുക്കുന്ന സപ്ലിമെൻറ്റ്, അവൻ്റെ പനിയുടെ മരുന്ന്, മൂക്കടപ്പിൻ്റെ മരുന്ന്, അതുപോലെ അലർജിയുടെ മരുന്ന്, ഇതെല്ലാം ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എപ്പോഴാണ് അത്യാവശ്യമായിട്ട് ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ല. ഞാനിതെല്ലാം പീഡിയാട്രിഷ്യനോട് ചോദിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. അത്യാവശ്യമാണെങ്കിൽ ഞാനിത് കൊടുക്കാറുണ്ട്. കൊടുത്തിട്ട് ഞാൻ ഡോക്ടറെ ഇൻഫോം ചെയ്യാറുമുണ്ട്. പിന്നെ സാനിറ്റൈസറാണ് കേട്ടോ. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അടിപൊളി സാധനമായിരുന്നു. ഇതാണ് നേസൽ ആസ്പിറേറ്റർ. ഒരു 2 വയസ്സ് മുന്നേ വരെ ഞങ്ങളിത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമായിരുന്നു. കാരണം പനിയൊക്കെ വന്നു കഴിയുമ്പോൾ മൂക്കിനകത്ത് നിറയെ മ്യൂക്കസ് ഉണ്ടാവും. ആ സമയത്ത് ഇത് കൊണ്ട് വലിച്ചാണ് ഞങ്ങൾ കളഞ്ഞുകൊണ്ടിരുന്നത്. അത് ഭയങ്കര ഉപകാരമായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ക്ലീൻ ചെയ്തിട്ട് കുറേ നാളായി, യൂസ് ചെയ്യാറേ ഇല്ല. പക്ഷെ കളയാൻ തോന്നുന്നില്ല. അടുത്തത് ഇൻഹേലറാണ്. എൻ്റെ കുട്ടിക്ക് ഡോക്ടർ അഡ്വൈസ് പ്രകാരം എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ എവിടെ പോയാലും കൊണ്ടുപോകും ഇത്. അടുത്തത് ഹോമിയോ മെഡിസിനാണ്. ഈ ഹോമിയോ മെഡിസിനകത്തും അത്യാവശ്യം കൊടുക്കേണ്ട ഹോമിയോ മെഡിസിൻസുകളൊക്കെ ഉണ്ട്. സ്ഥിരമായിട്ട് കൊടുക്കാറുണ്ട് ഏകദേശം 1 വർഷമായിട്ട്. പക്ഷേ ഞാനിപ്പോഴും കൺഫ്യൂസ്ഡാണ്. ഇതിൻ്റെ പേരൊന്നും അറിയാൻ മേലാതെ, എന്താണെന്നൊന്നും അറിയാൻ മേലാതെ ഒരു ഡോക്ടറുടെ വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മളിത് കൊടുക്കുന്നത്. ഇത് അടുത്തതൊരു മെഡിസിൻ ട്രാവൽ പൗച്ചാണ്. ഇത് ഈ ബോക്സൊക്കെ കൊണ്ടുവന്നതിനേക്കാളും കുറച്ചും കൂടെ എളുപ്പമാണിത് ക്യാരി ചെയ്യാനായിട്ട്. അതുപോലെ സ്പേസ് സേവ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് ഇതെനിക്ക് എവിടെ ഞാൻ കൊണ്ടുപോയാലും അത്യാവശ്യം മെഡിസിൻസ് ഞാൻ ഇതിനകത്ത് വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇതെൻ്റെ ഒരു മെഡിസിൻ റെക്കോർഡ് ബുക്കാണ്. കാരണം സ്ഥിരമായിട്ട് ഇവന് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതുകൊണ്ട് ഞാനിങ്ങനെ മെഡിസിനൊക്കെ ഏതൊക്കെ സമയം എപ്പോഴൊക്കെ കൊടുത്തു, എത്ര കൊടുത്തു, അങ്ങനെ ഒരു എഴുതി വയ്ക്കാറുണ്ട്. ഇത്രയും അത്യാവശ്യ സാധനങ്ങളാണ് കയ്യിൽ വെക്കാറ്. പക്ഷേ അലർജി ആസ്മയ്ക്ക് ഉണ്ടാകുമ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ ശരിയാകാറില്ല.
ഇതൊക്കെയാണ് ഞാൻ കയ്യിൽ വെക്കാറ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡോക്ടറോടും കൂടി ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് മേടിക്കുക. താങ്ക്